ദുരിയാൻ. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് ദുരിയാൻ ഫ്രൂട്ടാണ്. സൂപ്പർ സാധനം, ഒന്നും പറയാനില്ല. ദുരിയാനെ പറ്റിയുള്ള റിവ്യൂ പറയും. നല്ല റിവ്യൂ, നല്ല ടേസ്റ്റ്. ആള് ഈ ബാറ്റ്സ്മെൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ബാറ്റ്സ്മെൻ ഒന്നുമില്ല. ഇപ്പോൾ പരിചയമില്ലാത്ത ഒരാളുടെ ഈ സ്മെല്ല് എന്താ വെച്ചാൽ അവളിങ്ങനെ ആലോചിക്കും എന്ത് മണാണിത് ഇങ്ങനെ ആലോചിക്കുള്ളൂ. അത് ഇങ്ങനെ പറഞ്ഞാൽ ഉള്ളി ചീഞ്ഞ മണമെന്നോ തക്കാളി ചീഞ്ഞ മണമെന്നോ തോന്നൂല. ഉള്ളിയും തക്കാളിയൊക്കെ വീട്ടിൽ ചീഞ്ഞാൽ നമുക്ക് എന്താ പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. ഇങ്ങനെ കഴിക്കുമ്പോൾ ഫസ്റ്റായിട്ട് കഴിക്കുന്നതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇതിനൊരു ഗ്യാസ് ഫീലിംഗ് ഉണ്ട് അല്ലേ? ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ ഗ്യാസ് നമ്മുടെ ടേസ്റ്റ് ബഡ്സിന് അത് പരിചയമില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്നൊരു ഗ്യാസ് ഫീൽ നമ്മൾ കഴിച്ച പാട് നമുക്കത് ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ സംശയിക്കും. ഇപ്പോൾ അതിന് മെയിൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇതിനൊരു ഇത് കൊടുത്തു കഴിഞ്ഞു, നെഗറ്റീവ് പബ്ലിസിറ്റി ആണ് ഇതിനുള്ളത് അല്ലേ? അപ്പോൾ നമ്മളെ മൈൻഡിൽ അതാണ്, അത് തിന്നാൻ ഇങ്ങനെ ബാഡ് സ്മെല്ലാണ് അല്ലെങ്കിൽ ആരോഗ്യമാണ്. അപ്പോൾ നമ്മൾ അതും വിചാരിച്ചിട്ടാണ് കഴിക്കുന്നത്. അതൊന്നും ഇല്ലാത്ത ഒരാൾക്ക് എന്ത് ചെയ്യുക, ന്യൂട്രലായ ഒരാൾക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണ ഇല്ലാത്ത ഒരാൾക്ക് കൊടുത്താൽ അതിലിങ്ങനെ കഴിച്ച് ഇങ്ങനെ ആലോചിക്കും എന്താണ് ഇതിന് അതാണ്. വീണ്ടും രണ്ടാമത് കഴിച്ചപ്പോൾ ഇഷ്ടമായി. ഇഷ്ടമായിരുന്നല്ല, എനിക്കിത് റോക്ക് പ്രശ്നമില്ല, കഴിക്കാൻ പറ്റുന്ന മൂന്നോ നാലും കഴിച്ചാൽ ഇത് തപ്പിപ്പോകും നമ്മളെ. അതാണ് ഇതിന്റെ കറക്റ്റ് റിവ്യൂ. ഞാനിത് ഫസ്റ്റ് വായിലിട്ട് തന്നെ ഞാനത് കളഞ്ഞു. ഒരു ഭയങ്കര ഒരു ഗ്യാസ് നമ്മളത് നല്ലൊരു തള്ളി കിട്ടാൻ കഴിച്ചതാണോ അതിന്റെ പിന്നെ കഴിച്ചപ്പോൾ ഇഷ്ടമായില്ലേ? പിന്നെ കഴിച്ചപ്പം ഇഷ്ടമെന്നല്ല, പക്ഷെ ഒരു ഓക്കെ നമ്മൾ ഇനി അടുത്ത കഴിക്കുമ്പോൾ ഓക്കെ ആയിക്കോളും. ഇനി ഓക്കെ നമ്മളതിന്റെ പിന്നാലെ ഓടും. നമ്മളൊക്കെ അതേ എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാരാണ്. പക്ഷെ എനിക്കിത് ഒരിക്കലും ഒരു ബാഡ് സ്മെല്ലായിട്ട് ഈ ഒരു വെറൈറ്റി ഇരിക്കില്ല കേട്ടോ. ഒരിക്കലും ഒരു ബാഡ് സ്മെല്ലായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. സമയത്ത് ഒരു മെയിൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ചക്ക ഉണ്ടല്ലോ, ചക്കയ്ക്ക് സ്മെല്ല് ഉണ്ടാവും, നല്ല പോലത്തെ പഴഞ്ചാട്ടൊക്കെ. അത് നമ്മളൊരു ബാഡ് സ്മെല്ല് എന്ന് പറയുന്നത്. അതുപോലെ ഇത് പോകുന്ന അടുത്തൊക്കെ സ്മെല്ലുണ്ട്. ഇത് വെച്ച് വണ്ടിയിൽ വെച്ചാൽ വണ്ടിയിൽ സ്മെല്ലുണ്ട്. പക്ഷെ അതൊരു അസഹനീയമായിട്ടുള്ള സ്മെല്ലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമുക്ക് ഇനീഷ്യലി ഇതിന്റെ ടേസ്റ്റ് ആയിരുന്നു പ്രശ്നം, ഭയങ്കര ഗ്യാസ്. ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഇതിന്റെ കറക്റ്റ് പഴുപ്പ്, ഇത് പഴുപ്പ് അറിയാണ്ട് കഴിച്ചാൽ എങ്ങനെയാ പഴുപ്പ് എങ്ങനെ നോക്കുക? പഴുപ്പ് പറഞ്ഞാൽ ഇതിന്റെ ക്രാക്ക് വരുന്നു, ഇത് മൂത്ത് മരത്തിൽ വീഴും. വീണ നമുക്ക് അറിയണം അത് എപ്പോഴാണ് മൂത്ത് ഉണ്ടെന്നുള്ളത്. നമുക്കിത് അറിയുന്നത് കൊണ്ടാണ് അത് കറക്റ്റ് കിട്ടിയത്. മൂത്ത് മരത്തിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ ഇത് പരിക്കൊന്നും പറ്റൂല. കാരണം അത് നല്ല ഇതിൻ്റെ ഷെല്ലൊക്കെ നല്ല സ്ട്രോങ് ആണ്. അപ്പം പിന്നെ എന്ത് ചെയ്യും, നമുക്ക് 2 ദിവസം പരമാവധി വെക്കാനേ പറ്റും. ഇതിങ്ങനെ ഇങ്ങനെ വെച്ച് ഇത് പിന്നെ വിണ്ട് കീറും. ഇവിടെ ഒരു ക്രാക്ക് വന്നാൽ പൊളിക്കാൻ സുഖമാണ്. ക്രാക്ക് വന്ന് രണ്ടാമത്തെ ദിവസം ക്രാക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്കൂടെ എയർ കയറിയാൽ ഇത് ഫെർമെൻറ്റേഷൻ നടക്കും. അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ നമുക്ക് ഇത് തിന്നാൻ പറ്റും. ഇങ്ങനെ ഈ ഒരു ക്രാക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ കഴിച്ചോ, ക്രാക്ക് വരണ മുന്നേ. അത് ഓവർ പഴുപ്പായാലും തീരെ പഴുപ്പില്ല കഴിഞ്ഞാലും പ്രശ്നം പറ്റുന്ന സാധനമാണ്. ചക്കൊക്കെ നമുക്ക് ഓവർ പഴുപ്പായാലും ഒരു പരിധിക്ക് നമ്മൾ കഴിക്കാം, മാങ്ങ കഴിക്കാം. ഇതത് പറ്റൂല, അതതിൻ്റെ പ്രശ്നം. പിന്നെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ ആൾക്കാർ ഇതിനൊരു ഓൾറെഡി കൊടുത്തൊരു ഹൈപ്പ് ഉണ്ട്. നമുക്ക് മനസ്സോട് എന്ത് കഴിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ചില ഡിഷസ് ഒക്കെ ഉണ്ടാവും, നമുക്ക് മനസ്സുകൊണ്ട് അധികം ഇഷ്ടപ്പെടാൻ പറ്റില്ല. അത് അറിയാതെ കണ്ണാണാതെ അല്ലെങ്കിൽ ആരെങ്കിലും കുട്ടി കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ടേസ്റ്റിലാണ്ട് കഴിച്ചു പോകും. അതാണ് ഇത്രേ ഉള്ളൂ നമ്മൾ ബിരിയാണി. അത് ഒഴിവാക്കാനായി. ഓക്കെ.